സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. കുറച്ചുനേരം പകച്ച് പണ്ടാരടങ്ങി ആ ഇരിപ്പിരുന്നു മഷൂദ്. ഒന്ന് പാളി നോക്കിയപ്പോൾ കണ്ണടച്ച് കിടക്കുകയാണ് സുറുമി. ഉയർന്നു താഴ്ന്ന ശ്വാസഗതിയിൽ നിന്നും ഉറക്കമായി കാണുമെന്ന് ഊഹിച്ചു. ഇത്രയും പെട്ടെന്ന് ഉറക്കായോ? എന്തേലും പറഞ്ഞ് മനസ്സിലാക്കാന്ന് വെച്ചപ്പം അതിനും ഇടം തന്നില്ല. ബുദ്ധൂസ്, ഇനിയിപ്പോൾ എന്തൊക്കെ കാണേണ്ടി വരും എൻ്റെ പഠിച്ചോനെ. എന്നാലും ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. അവൻ മേലേക്ക് നോക്കി ആത്മകഥ പോലെ ആംഗ്യം കാണിച്ചു. ഒരു നിമിഷം എന്തോ ചിന്തിച്ചിരുന്ന ശേഷം തല ചെറിഞ്ഞുകൊണ്ടവൻ എഴുന്നേറ്റ് പോയി ലൈറ്റ് അണച്ചു. തിരിച്ച് കട്ടിലേക്ക് വരുന്ന വഴി ഹാങ്ങറിൽ കിടക്കുന്ന പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോണെടുത്തു. ശബ്ദമുണ്ടാക്കാതെ തന്നെ കട്ടിലിൽ പോയി കിടന്നു. ഒന്നുകൂടെ അവളെ പാളി നോക്കിയ ശേഷം ഫോണെടുത്ത് സൈലൻ്റ് ആക്കി. ഇൻബോക്സ് തുറന്നു. തലേന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതിക്കൊണ്ട് നിഹാലിന് മെസ്സേജ് ചെയ്തിരുന്നു. കുറേ കമ്പനി മെസ്സേജുകളുടെ ഇടയിലൂടെ ഒരു നമ്പറാണ് അവൻ്റേത്. 1, 2, 3 എഴുതിയ നമ്പറിൽ താഴെ കാണുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഡയൽ ചെയ്തുകൊണ്ട് അവൻ എഴുതി. ഇത് നവി സെൻഡിങ് എന്ന് കാണിക്കുന്നതിനോടൊപ്പം അവൻ്റെ മനസ്സും ആശങ്കയിലായിരുന്നു. ഇത് വേണോ? അവൻ നാറ്റിക്കുമോ? പക്ഷെ ഇപ്പം അവൻ്റെ സതുപേക്ഷ പ്രാധാന്യമാണ്. നിമിഷങ്ങൾ കഴിഞ്ഞു പോകണം. ഫോണിലേക്ക് തന്നെ നോക്കി അവൻ്റെ മറുപടിക്കായി കാത്തു നിൽക്കുന്നത് കൊണ്ടായിരിക്കും മെസ്സേജ് വന്നതും അവൻ കണ്ടു. എന്താടാ, ഉറങ്ങാറായില്ലേ? ഇത്രയും വരെ ഒരു വിധത്തിൽ സെറ്റാക്കി കല്യാണവും കഴിപ്പിച്ച് ഇനിയും വേണം എൻ്റെ ഹെൽപ്പ്? പോട വൃത്തിയിട്ടവനെ, ഇവിടെ ആകെ പണി വാളി. ഡാ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മരക്കഴുതേ, നീ അബദ്ധം വല്ലതും കാണിച്ചോ? ഐ മീൻ ആക്രാന്തം കുന്തം അതൊന്നുമല്ല. നീ ഇപ്പം എവിടാ? ഹിബൻ്റെ അടുത്ത്? ഇല്ല, അവളെ വീട്ടിൽ കൊണ്ട് വിട്ടെന്ന് വരുന്നു അയ്യാ, കാറില്ല. നീ പറ. അവൻ്റെ റിപ്ലൈ കണ്ടതും ആശ്വാസത്തോടെ അവൻ കാര്യം ചുരുക്കി എഴുതി സെൻഡ് ചെയ്തു. തൻ്റെ ഏത് കാര്യത്തിലും പരിഹാരം അവൻ്റെ കയ്യിലാണ് ഉണ്ടാവാറ്. ഒന്നുമില്ലെങ്കിലും തൻ്റെതിലേറെ അനുഭവ സമ്പത്തുള്ള ആളല്ലേ, പരിഹാരം കാണാതിരിക്കില്ല. മറുപടി അയച്ച മെസ്സേജ് ഫോണിലേക്ക് എത്തിയതും ഫോണിൽ വെളിച്ചം തെളിഞ്ഞു. ആകാംക്ഷയോടെ തുറന്നു വായിച്ചു ഞാൻ. നീ ഇങ്ങനൊരു കുരങ്ങനായല്ലോ. ഇപ്പം ഞാനൊന്നും പറയുന്നില്ല, നേരിട്ട് കാണുമ്പോൾ പറയാം. എടാ പൊട്ട, എൻ്റെ പെണ്ണുപിള്ളെ പോലെ ഒരു കൂട്ടുകാരിയും എൻ്റെ പെങ്ങളെപ്പോലെ ഒരു തോഴിയും നീല് പോയി അവൾക്കൊപ്പം ഉണ്ടാകുമ്പോൾ അവൾ അങ്ങനെ ചെയ്തെങ്കിൽ അത് നിന്നെ പൊട്ടനാക്കിയതല്ലേ? അത് മനസ്സിലാക്കാനുള്ള സെൻസ് പോലും ഇല്ലേ നിനക്ക്? മെസ്സേജ് വായിച്ചതും ആകെ അങ്കിലാപ്പിലായവൻ. ഹേയ്, കണ്ടിട്ടും അങ്ങനെ തോന്നുന്നില്ല, കാര്യമായി പറഞ്ഞ പോലെ. തെല്ലൊരു സങ്കേതത്തോടവൻ മറുപടി എഴുതി. എന്നാൽ നീ അതും കരുതി കരുന്ന് ഉറങ്ങിക്കോപ്പട്ട. വേണേ തൂക്കിയെടുത്ത് കട്ടിലെടുത്തിട്ട് എന്നിട്ട് ചോദിക്കും, അപ്പം അറിയാം സത്യാവസ്ഥ. അവൻ്റെ മറുപടിയിൽ മഷൂദ് ആകെ ആശങ്ക കുഴപ്പത്തിലായി. തിരിച്ച് ഇങ്ങനൊരു സാഡ് മൂജി അയച്ചു. എടാ, അവൾ കൊച്ചുകുട്ടിയാണെന്നല്ലേ നോക്ക്. അവൾ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അതായത് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനുള്ള പ്രായം അവൾക്കുണ്ട്. അവൻ്റെ മറുപടിയിൽ മഷൂദ് ഒന്നുകൂടെ കൺഫ്യൂസ്ഡായി. ഇതേ സമയം സുറുമി ചിരി കടിച്ച് പിടിച്ച് കിടക്കുകയാണ്. എത്ര നിയന്ത്രിച്ചിട്ടും അറിയാതെ ചിരിച്ചു പോകുന്നു. താനത് പറഞ്ഞപ്പോഴുള്ള അവൻ്റെ മട്ടും പാവം ഒന്ന് വേറെ തന്നെയായിരുന്നു. ഇതുവരെ കണ്ടുപിടിക്കാത്ത നവരസങ്ങളാണ് അപ്പം ആ മുഖത്തപ്പം ഉണ്ടായിരുന്നത്. ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, തൽക്കാലം കണ്ണടച്ച് കിടക്കാം. ആൾ ഉറങ്ങിയെന്ന് തോന്നുന്നു. പൊട്ടൻ. അറിയാതെ പോലും ഒരു നീണ്ട ദീർഘശ്വാസം എടുത്തുകൊണ്ടവൾ ചിരിയെ അടക്കി നിർത്തി കണ്ണുകൾ മുറുകി ചിമ്മി ഉറങ്ങിയ പോലെ കിടന്നു. പൊട്ടനിൻ്റെ പാപ്പ. ചെവിക്കരികിലൊരു കാറ്റ് പോലെ അവൻ്റെ ശബ്ദം വന്നടിച്ചു. ഞെട്ടി വിറച്ചുകൊണ്ട് അവൾ തല വിരിച്ചു നോക്കി. അവൾക്കരികിലെ ഒരു കൈത്തറയിൽ കുത്തി അവളെ തന്നെ നോക്കിക്കിടക്കുന്ന അവനെ വർണ്ണനിറമുള്ള അരണ്ട വെളിച്ചത്തിലും അവൾ കണ്ടു. താൻ പൊട്ടനെന്ന് ആത്മകഥ പോലെ പറഞ്ഞത് കുറച്ചൊക്കെ പോയെന്ന് തോന്നുന്നു. അവൻ്റെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ടതും അവൾ ഇളിച്ചിലൂടെ ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും ദയനീയമായി പരാജയപ്പെട്ടു. എന്താ, എന്തേലും വേണോ? പതർച്ച മറച്ചു വെച്ചുകൊണ്ട് അവൾ അഭിനയിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കുറുമ്പും കപടദേഷ്യവും കൊണ്ടുള്ള നോട്ടത്തിലും അവളൊന്ന് ഇളിച്ചു. അതെ, സോറി. അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ കണ്ടിട്ടും അതേ ഭാവത്തോടെ നോക്കുന്ന അവനെ കണ്ടതും അവളൊരു ക്ഷമാപണം പോലെ പതുക്കെ പറഞ്ഞുകൊണ്ടവൾ വീണ്ടും ചിരിക്കാൻ ശ്രമിച്ചു. പെട്ടെന്നായിരുന്നു അവൻ്റെ പ്രവൃത്തി. 2 കൈയിലും അവളെ കോരിയെടുത്തുകൊണ്ടവൻ കട്ടിലേക്ക് എടുത്തിട്ടു. പ്രതികരിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഞൊടിയിടയിൽ തന്നെ റൂമിലെ ലൈറ്റ് ഓൺ ചെയ്ത് അവൾക്കരികിലേക്ക് കിടന്നുകൊണ്ട് അവളുടെ പെൺകൈത്തിലൂടെ കൈയിട്ട് അവളുടെ മുഖം അവൻ്റെ മുഖത്തോട് പിടിച്ചു. പറ, എന്തിനായിരുന്നു ഈ നാടകം? കണ്ണുകളിലേക്ക് നോക്കി ഗൗരവത്തോടെയാണ് ചോദ്യം. അത് പിന്നെ അന്ന് ആ കൂട്ടർ കാണാമെന്നു അനയുടെ വീട്ടിൽ വെച്ച് വിളിച്ചത് പിന്നെ എന്നെ വിളിച്ചില്ലല്ലോ. പിന്നെയുള്ള 2 വെള്ളിയാഴ്ച ഞാൻ എത്ര കാത്തിരുന്നു. ഒന്ന് വിളിച്ചതുപോലും ഇല്ലല്ലോ. എൻ്റെ അവസ്ഥ എന്തായി? ഞാൻ വിഷമിക്കുന്നുണ്ടോ? വാപ്പച്ചി എന്ത് പറഞ്ഞാണോ എന്നൊന്നും അറിയാൻ പോലും ശ്രമിച്ചില്ലല്ലോ. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് ലാൻഡ് ചെയ്ത് അന്ന് വാപ്പച്ചിയും സമീരത്തെയും വീട്ടിൽ കൊണ്ടുവിട്ട് കടന്നു കളയാനല്ലെന്നോ ഭാവം. ഞാൻ മേലേന്ന് ജനലിലൂടെ നോക്കുമ്പോഴാണ് നിങ്ങളെപ്പോലെ തോന്നിയിരിക്കുന്ന രൂപം. കണ്ടപ്പോൾ ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയി. എന്നിട്ട് ഞാൻ അവിടെ വരെ എങ്ങനെയൊക്കെയാണ് ഓടിയെത്തി. എന്നിട്ടും വാപ്പച്ചി കൈക്ക് പിടിച്ച് തടഞ്ഞു വെക്കുന്നതും ദേഷ്യപ്പെടുന്നതൊക്കെ കണ്ടിട്ടും പനക്കുറ്റി പോലെ നിൽപ്പല്ലായിരുന്നോ? ഒന്ന് വാ തുറന്ന് എനിക്ക് വേണ്ടി വാപ്പച്ചിയോട് സംസാരിക്കാൻ പോലും മനസ്സ് കാണിച്ചില്ലല്ലോ. ദുഷ്ടനാ. എൻ്റെ പെണ്ണാണ്, ഞാൻ കൊണ്ടുപോകും.
ഇവളെ എന്നൊക്കെയുള്ള പഞ്ച് ഡയലോഗ് അടിച്ച് എന്നെ കൊണ്ടുപോകണമൊക്കെ എന്ന് വിചാരിച്ചു പോയി ഞാൻ. അതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് കണ്ടപ്പോൾ ചങ്ക് പൊട്ടി കരഞ്ഞു നോക്കി. എന്നിട്ടൊന്നും പറയാതെ ഒന്നും മിണ്ടാതെ കടന്നുപോലും നടിക്കാതെ തിരിഞ്ഞു നടക്കില്ല ചെയ്ത്. എൻ്റെ കരച്ചിൽ കണ്ടേ പടച്ചോൻ വരെ ദയ തോന്നി. അതുകൊണ്ടിട്ടല്ലേ പെട്ടെന്ന് വാപ്പച്ചിക്ക് മനമാറ്റം വന്നതും സമ്മതിച്ചതും. അത് കഴിഞ്ഞ് കല്യാണം ഉറപ്പിച്ച ശേഷം ഒന്ന് വിളിക്കുക, അതും ചെയ്തില്ലല്ലോ. സെലുക്കാനോട് പറഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ ലാൻഡ് ഫോണുണ്ട്, അതിൽ വിളിക്കാം. അതും അല്ലെങ്കിൽ സഫയെ കൊണ്ട് വിളിപ്പിക്കാം. നവിക്കാനോട് പറഞ്ഞ് ഹനയെ പറഞ്ഞ് ഏൽപ്പിക്കാം. ഇതൊരു കുന്തും മണ്ണാങ്കട്ട ഇല്ലാതെ 8-9 ദിവസം. ഇടക്ക് പരിവമൂത്ത് ചുണ്ട് മേലെ കുന്തിയും ഇടക്ക് ചുണ്ട് കൊട്ടിപ്പിടിച്ചും പിടക്കം കാണിച്ചും കണ്ണ് ചെറുതാക്കി തുറപ്പിച്ചു നോക്കിയും പെണ്ണ് കയ്യിൽ എണ്ണമിട്ട് പരാതികൾ നിരത്തി. കണ്ടോ, ഒരു ഭാവം മാറ്റില്ലാതെ നോക്കുന്നു. എന്നോടൊരു ഇഷ്ടമില്ല, ഒക്കെ കള്ളഷ്ട. ചുണ്ട് കുറിപ്പിച്ച് കുറഞ്ഞവൾ ചുണ്ട് വിരൽ കൊണ്ട് അവൻ്റെ കവിളിൽ മൃദുവായി കുത്തി. കണ്ണിമ വെട്ടാതെ നിഷ്കളങ്കതയോടുള്ള അവളുടെ പരാതിയും പരിഭവവും കേട്ട് ആസ്വദിക്കുകയായിരുന്നു അവൻ. അവളുടെ കുറുമ്പിന് പോലും വല്ലാത്ത ഭംഗി. അതിനാണോ ഇന്നിങ്ങനെ ഒരു ഡ്രാമ കളിച്ച്? ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയോടെ കണ്ണുകളിലേക്ക് നോക്കിയെന്ന് ചോദ്യം. മറുപടിയായി ഇരു കണ്ണുകളടച്ച് വാപ്പത്തി ചിരിച്ചു. ആരാ പറഞ്ഞ് ഇഷ്ടമല്ലെന്ന്? കിലുങ്ങുന്നു ചിരിക്കുന്ന അവളെ നോക്കി വാത്സല്യത്തോടെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന ഇളം കാപ്പി കോലം മുടികൾ മാടി ഒതുക്കിക്കൊണ്ടവൻ ചോദിച്ചു. എനിക്ക് ഇഷ്ടമാണ്, ഒരുപാട്. എത്രയാന്ന് ചോദിച്ചാൽ ഈ ഹൃദയം മുഴുവൻ നിന്നോടുള്ള ഇഷ്ടമാണ്. അവൻ്റെ മുഖത്തായി ഓടി നടക്കുന്ന അവളുടെ നീലമറുകുള്ള കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു. ഒരു നിമിഷം അവൻ്റെ കണ്ണുകളിൽ ഒളിപ്പിച്ച സ്നേഹക്കടലിൽ അവളും മിഴിനട്ടു. കണ്ണുകളിലേക്ക് നോക്കിയിരിക്കെ അവൻ്റെ മുഖം താഴ്ന്നു വരുന്നതും ഒരു കുഞ്ഞു ചുംബനമായി അവൻ്റെ അതിരങ്ങൾ നെറ്റിയിൽ പതിയുന്നതും അവൾ അറിഞ്ഞു. കണ്ണടച്ചുകൊണ്ട് അവനക്ക് വേണ്ടി വിരിഞ്ഞ പുഞ്ചിരിയോട് അവളത് ഏറ്റുവാങ്ങി. പിന്നെ നീ എന്താ പറഞ്ഞത്? നവിയുടെ വീട്ടിൽ നിന്ന് സംസാരിച്ച ശേഷം ഞാൻ വിളിച്ചില്ല എന്നല്ലേ? പെട്ടെന്ന് അവൻ്റെ ഭാവം മാറി. കണ്ണുകളിൽ കുസൃതി തെളിഞ്ഞു. പിൻകയത്തിലൂടെ ചുറ്റിയ കരങ്ങൾ മുറുകുന്നതോടൊപ്പം അവൻ ഒന്നുകൂടെ അവളുടെ മുഖം അവൻ്റെ മുഖവുമായി അടുപ്പിച്ചു. അവൻ്റെ ചെറുതായി വെട്ടിത്തഴുകി താടിക്കൊണ്ട് അവളുടെ മുഖത്തുരസി. ഇക്കിളി കൊണ്ടും വേദന കൊണ്ടും അവളൊന്ന് പെടഞ്ഞു. ഒപ്പം കിലുങ്ങിനെയുള്ള അവളുടെ ചിരിയും ഉയർന്നു. എടി പൊട്ടത്തി, ഓരോ ദിവസം രാത്രി സൽമാൻ വന്ന് കഥകി തട്ടി വിളിക്കാറില്ലായിരുന്നോ? അവസാനം നീ തുറക്കില്ലെന്ന് ഉറപ്പാക്കുമ്പോൾ പോകാറില്ലേ അവൻ? ഓരോ പ്രാവശ്യം അവൻ വന്ന് വിളിക്കുമ്പോൾ മറുവശം ഫോണിൽ ഞാനുണ്ടാകാറുണ്ട്. ഡ്യൂട്ടി സമയം എത്ര കഷ്ടപ്പെട്ടാണെന്നറിയോ? ഓരോ തവണയാകുമ്പോൾ വീട്ടിലെത്തുന്ന നേരെ നോക്കി സമയം മുമ്പോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വിളിക്കാതെ ഉള്ളു. നിന്നോടൊന്ന് സംസാരിക്കാൻ, നിന്നെ സമാധാനിപ്പിക്കാൻ, കൂടെ ഉണ്ടെന്ന് പറയാൻ, അതിനൊക്കെയാണ് കഷ്ടപ്പെട്ട് വിളിച്ചത്. പക്ഷെ നിനക്ക് ഒടുക്കത്തെ വാശി. അതിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ശേഷവും ഞാൻ വിളിച്ചപ്പോൾ അറിയാതാണേലും അവൾ നിന്നോട് സംസാരിക്കാൻ തയ്യാറല്ലല്ലോ. കുറുമ്പത്തിരി കൂടുതലാണ്. നീ വിളിക്കുന്നതും കാത്ത് അവൾ അവിടെ വിളറി വിളിച്ച് നടക്കട്ടെ എന്ന് പറഞ്ഞ് സൽമാൻ തീർത്ത് പറഞ്ഞത് ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി. നിനക്കിത്തിരി കുറുമ്പാകാമെങ്കിലേ ഞങ്ങൾക്കും കുറച്ചാകാലോ. പിന്നെ നവി വഴി ഹനയെ കൊണ്ട് വിളിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, അവനോടൊക്കെ പറഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ. മാക്സിമം നാറ്റിച്ചു വിടും. പിന്നെ നിൻ്റെ സഫ നവി നാട്ടിൽ പാട്ടാക്കുമെങ്കിൽ അവൾ കുടുംബത്തിൽ പാട്ടാക്കും. പിന്നെ കുറച്ചൊരു തിരക്കുണ്ടെന്ന് കൂട്ടിക്കോ. നവക്ക് 2 ദിവസം മുമ്പ് ലീവ് കിട്ടി. അവൻ്റെ വിശദീകരണത്തിൽ തക്കതായി മറുപടി കിട്ടാത്തപ്പം കപതോടൊപ്പം അവനിപ്പോൾ കടുപ്പിച്ചു നോക്കിയവൻ. കുറുമ്പ് നിറഞ്ഞു നിൽക്കുന്ന അവളുടെ മുഖം കണ്ടതും കുസൃതിയോടെ അവൻ മറുകൈക്കൊണ്ട് അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് തൻ്റെ ശരീരത്തോട് അടുപ്പിച്ചു. അവൻ്റെ മുഖം ഉരസിക്കൊണ്ട് അവളുടെ കഴുത്തിലും മുഖത്തുമെല്ലാം ഇക്കിളി കൂട്ടി. കിലുങ്ങുന്ന ചിരി കൊണ്ടവൾ അവൻ്റെ മുടികളിലൂടെ വിരലുകൾ കോർത്തു. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ടല്ലോ പരാതി. വാപ്പാനെ സമിത്താനെ വീട്ടിൽ കൊണ്ടുവിട്ട് നിന്നെ ഒന്ന് കാണാൻ പോലും മെനക്കെടാതെ പോകാൻ നോക്കി, അതല്ലേ? യാത്ര ക്ഷീണമുണ്ടായിട്ട് പോലും ദൂരെ നിന്നൊരു നോക്കി നിന്നെ കാണാൻ പറ്റിയല്ലോ എന്ന ആശയിലാണ് മഴയുടെ കാരണം പറഞ്ഞ് ഞാൻ തന്നെ മുൻകൈ എടുത്ത് അവർ വലിയെടുത്ത് കൊണ്ട് വിടാൻ തയ്യാറായതും അവിടെ വന്നതും. പക്ഷേ അവിടെ എത്തിയപ്പോൾ എന്തോ ഇത്. എന്താണെന്ന് ചോദിച്ചാൽ ഭയമാണോ? അതോ ഒന്നും അറിയാതെ അത്രയും സുഖത്തിലും സന്തോഷത്തിലും കഴിഞ്ഞൊരുവളെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നതിനെപ്പറ്റി ചിന്തിച്ചപ്പോഴുള്ള കുറ്റബോധമാണോ എന്നറിയില്ല. ഒരു നിമിഷം എല്ലാം മറക്കണം, നിന്നോട് മറക്കാൻ പറയണമെന്നൊക്കെ തോന്നിപ്പോയി. എന്തോ എന്നോടുള്ളപ്പോൾ നിൻ്റെ ലൈഫ് അതൊരിക്കലും നിനക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ലെന്ന് തോന്നിപ്പോയി. പറഞ്ഞു തീർന്നപ്പോഴേക്കും അവൻ്റെ സ്വരം നേർന്നു പോയിരുന്നു. വാക്കുകളിൽ വേദന കലർന്നിരുന്നു. അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ മുറുകി, തൻ്റേത് മാത്രമാണെന്ന പോലെ. അവൻ്റെ വാക്കുകളിലെ വേദന, കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്ന നിസ്വാർത്ഥമായ സ്നേഹം, ക്രമാതീതമായി മടിച്ചുകൊണ്ടിരുന്ന അവൻ്റെ ഹൃദയത്താളം, അത്രയും മതിയായിരുന്നു അവൻ്റെ മനസ്സിലെ വേദനയുടെ ആയം മനസ്സിലാക്കാൻ. അത് കാണാൻ അവളുടെ ഹൃദയം നീറി പുഞ്ചിരിയോട് അവൾ അവൻ്റെ 2 കവിളിലും പിടിച്ചു. അവൻ്റെ മുഖം തൻ്റെ മുഖത്തോട് അടുപ്പിച്ച് വെച്ച് മൂക്കുകൊണ്ട് അവൻ്റെ മൂക്കിലൊരുസി കുസൃതിയുടെ കണ്ണ് ചിമ്മി കാണിച്ചു. എന്നിട്ടിപ്പം എൻ്റെ കൂടെ കൂട്ടാനുള്ള സെറ്റപ്പൊക്കെ ആയോ? കുറുമ്പാടാണ് ചോദ്യം. അവനൊന്ന് ചുമൽ കോച്ചി. എന്നാൽ ഞാൻ പറയട്ടെ, വലിയ വീട്, സ്വത്ത്, പണം, തറവാട്, പേര്, ഇതൊക്കെ ബാഹ്യമായ സുഖങ്ങളല്ലേ. മനസ്സിൻ്റെ ധന്യതയാണ് യഥാർത്ഥ സമ്പത്ത്. ആ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മഷിക്ക് കേട്ടിട്ടില്ലേ,
എല്ലാം ഉണ്ടായിട്ടും വിഷാദരോഗത്തിന് അടിമപ്പെട്ടവരെ പറ്റി, സമാധാനം നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നവരെ പറ്റി, ഇവർക്കൊക്കെ എന്തിൻ്റെ കുറവായിരുന്നെന്ന് മറ്റുള്ളവർക്ക് അർക്കം പറയുമ്പോൾ നമ്മൾ ചിന്തിച്ച് കാണും. അവർക്ക് എന്തിൻ്റെ കുറവായിരുന്നെന്ന്? സമാധാനമില്ല, സന്തോഷിക്കാൻ പറ്റുന്നില്ല, മനസ്സിന് സ്വസ്ഥതയില്ല. ഇതൊക്കെയായിരിക്കും അവർക്കില്ലാതെ പോയതും. മഷ്ക, യഥാർത്ഥത്തിൽ അവരല്ലേ ദാരിദ്ര്യർ? സമാധാനം എന്തെന്നറിയാത്ത, സ്വസ്ഥത അനുഭവിച്ചിട്ടില്ലാത്ത, മനസ്സ് തുറന്ന് ചിരിച്ചിട്ടില്ലാത്ത, സന്തോഷിച്ചിട്ടില്ലാത്ത അവർക്കല്ലേ ഹതഭാഗ്യർ? പക്ഷേ ഇതൊന്നുമില്ലെങ്കിലും ജീവിച്ചു പോകാൻ ഒരു വരുമാന മാർഗവും, സ്നേഹിക്കാൻ, ചേർത്ത് പിടിക്കാൻ ഒരു കുടുംബവും, എല്ലാത്തിലും തൃപ്തിപ്പെടാൻ പാകത്തിലുള്ളൊരു മനസ്സുമുണ്ടെങ്കിൽ അയാൾ ഭാഗ്യവാനാണ്, അയാൾ സമ്പന്നനാണ്. കൗതുകത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവളിൽ നിന്ന് വരുന്ന വാക്കുകൾ കാതോർത്തവൻ. അവൾ ഇതുവരെ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ തൻ്റെ ജീവിതമായി, തൻ്റെ കുടുംബവുമായി പൊരുത്തപ്പെടാൻ അവൾക്ക് പറ്റുമോ എന്ന് ഓർക്കുമ്പോൾ മനസ്സിൻ്റെ ഒരു കോണിൽ പേരറിയാത്തൊരു നീറ്റലുണ്ടായിരുന്നു, ഒരു വേവലാതിയായിരുന്നു. പക്ഷേ അവൻ്റെ ഭയത്തെ വേരോടെ പിഴുതെറിയാൻ ശേഷിയുണ്ടായിരുന്നു അവളുടെ വാക്കുകൾക്ക്. ശരിയായിരിക്കാം, പക്ഷേ അന്നങ്ങനെയൊന്നും ചിന്തിച്ചില്ല. എത്ര വേഗം വീട്ടിലെത്തണമെന്ന് ചിന്തിച്ചുള്ളൂ. പിന്നെ നീ പറഞ്ഞ പോലെ നീ എൻ്റെ അടുത്തേക്ക് ഓടി വരാൻ നോക്കിയപ്പോഴും വാപ്പച്ചി പിടിച്ചു വെച്ചപ്പോഴും ഈ ചിന്തകളൊക്കെ തന്നെ ആയിരിക്കാം എന്നെ തടഞ്ഞത്. നീ പറഞ്ഞ പോലെ പഞ്ച് ഡയലോഗ് അടിച്ച് വിളിച്ചിറക്കി കൊണ്ടുവരാൻ സിനിമയിലല്ലോ, ജീവിതമല്ലേ. അത് വാപ്പച്ചിയുടെ ദേഷ്യവും പകയും ഇരട്ടിപ്പിക്കുകയുള്ളൂ. അതൊക്കെ കൊണ്ടാ അന്ന് ഞാൻ നിന്റെ ചങ്ക് പൊട്ടി കരുന്നത് കണ്ടിട്ടും നെഞ്ചു പൊട്ടുന്ന വേദനയിലും പ്രതികരിക്കാനാകാതെ ഇനിയും കാണാൻ ശേഷിയില്ലാത്തതുപോലെ തിരിഞ്ഞു നടന്നത്. അവൻ വേദനയോടെയാണ് പുഞ്ചിരിച്ചത്. അവനെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെപ്പം അവൾ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ മുഖം തൻ്റെ മുഖത്തോട് അടുപ്പിച്ച് കവിളിൽ അവൻ്റെ കവിളിൽ ചേർത്ത് അമർത്തി ചുംബിച്ചു. ഒട്ടും നേരസത്തോടെ അവൻ മുഖമുയർത്തി കൈക്കുമ്പിളിൽ അവളുടെ മുഖം കോരിയെടുത്തു. അവളുടെ മറുകളുള്ള കണ്ണിൽ ഇളം കാപ്പി കളറുള്ള കാക്കാപ്പുള്ളിയിലും മൃദുവായി അതരങ്ങൾ പതിപ്പിച്ചു. അവളുടെ വിരലുകൾ അവൻ്റെ നീളമുടിയിലൂടെ കോർത്തു. മൃദുവായ സ്നേഹത്തിൽ പൊതിഞ്ഞ പ്രണയാർദ്രമായി അവർ അതരങ്ങൾ പതിപ്പിച്ചിടം അവൻ്റെ ചുടുനിശ്വാസം തരങ്ങി നിൽക്കുകയാണെന്ന് തോന്നി അവൾക്ക്. അവൻ്റെ മിഴികളിലേക്ക് മിഴിനട്ടിരിക്കെ അവൻ്റെ നോട്ടം തൻ്റെ അതരങ്ങളിലേക്കാണെന്ന് കണ്ടതും നിമിഷ നേരം കൊണ്ട് മലക്കം മറിഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്നും പിടിഞ്ഞു മാറി ബെഡിൽ മുട്ടുകുത്തി നിന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത നീക്കമായത് കൊണ്ട് ഒരു നിമിഷം അവനൊന്ന് സമ്മാനിച്ചു. പെട്ടെന്ന് അവൾക്ക് നേരെ മുട്ടുകുത്തി അവന് നിന്നു. കിലുങ്ങണ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി രണ്ട് പുരികവും പൊക്കി എങ്ങനെയുണ്ടെന്ന് കാണിച്ചവൾ. മറുപടിയായി കുസൃതിയോടെ ചിരിച്ചുകൊണ്ടവൻ താടിയിടിഞ്ഞു. വിരലുകൾ കോർത്ത് കൈകൾ മേലേക്കുയർത്തി ഞെട്ടിയിട്ടു. ഒരംഗത്തിൽ നിന്ന പോലെ. പെട്ടെന്നാണ് കഥകിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടത്. രണ്ടുപേരും പരസ്പരം നോക്കി സംശയത്തോടെ നെറ്റിച്ചുഴിച്ചു. മഷൂദ് ചെന്ന് സാക്ഷ്യം വെച്ച് വാതിൽ തുറന്നു. പുറകിലായി സുറുമിയും. മോനെ, ശരിക്കും നല്ല വേദനയുണ്ട്. കഥക് തുറന്നതും മുമ്പിലായി നിൽക്കുന്ന മഷൂദിനെ കണ്ടതും ഉമ്മ വെപ്രാളത്തോടെ പറഞ്ഞു. എന്നിട്ട് നല്ല പെയിനുണ്ടോ? ആകുലതയുടെ മഷൂദ് തിരക്കി. ക്ഷീണം കൊണ്ട് എല്ലാവരും നല്ല ഉറക്കമായിരിക്കുമെന്ന് കരുതി കുറച്ചു നേരം അവൾ കാത്തുന്ന. ഇപ്പം മുറി വന്ന് എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നേ. നല്ല പെയിനുണ്ടെന്ന് തോന്നുന്നു. കരയാനായ മട്ടാണ്. ഉമ്മ ചെല്ലേ, ഇതാ വരുന്നു. ഉമ്മ പോയതും കഥക് ചാരി വാർഡ്രോബ് തുറന്ന് വേഗം ഒരു പാൻറ്റും ഷർട്ടും എടുത്തിട്ടു. സുർമി, ഹാഷ് ബോർഡിലുണ്ടെക്കി നീ അതെടുത്ത് ഡ്രസ്സ് ചേഞ്ച് വേഗം വാങ്ങോ. ഞാൻ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വെക്കട്ടെ. കോളം തോണ്ടി ആദ്യ രാത്രി നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ച് മിണ്ടിയും പറഞ്ഞ് തീർക്കാം. അവൻ്റെ ധൃതിയോടുള്ള പ്രവൃത്തിയും മുഖത്തെ വെപ്രാളവും അന്തം വിട്ട് വീശിക്കുന്ന അവളുടെ കവിളിലായി പതുക്കെ തോണ്ടിക്കൊണ്ടവൻ ധൃതിയിൽ ഡോർ തുറന്ന് ഇറങ്ങിപ്പോയി. സുർമിയുടെ അന്തം വിട്ടുള്ള നിൽപ്പ് ആദ്യം ചിരിയിലേക്കും പിന്നീട് ഷെറിയുടെ കാര്യമോർത്തുള്ള ആകുലതയുമായി മാറി. പെട്ടെന്ന് തന്നെ ഒരു സൽവാർ എടുത്തിട്ട് കബോർഡിൽ നിന്നും കാറിൻ്റെ ചാവിയും എടുത്ത് അവൾ ധൃതിയിൽ സ്റ്റെയർ ഓടി ഇറങ്ങി. കാത്തിരിക്കുക. അങ്ങനെ കുളം തോണ്ടി ആദ്യ രാത്രി ഹോസ്പിറ്റലിൽ എങ്ങനെ എൻജോയ് ചെയ്യുന്നത് നാളെ കാണാം. ബൈ ബൈ.